ഹലോ, അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് US വന്നിട്ട് ക്യാമ്പിങ് ചെയ്യാണ്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പിങ്ങിന്. ബേവ്യൂ സ്റ്റേറ്റ് പാർക്കിലാണ് ക്യാമ്പിങ് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് 1 നൈറ്റ് മാത്രം. പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് പോരും. അതുപോലെ തന്നെ ഇത് ഒരു ഉച്ച സമയത്താണ് നമ്മൾ പോകുന്നത്. നല്ലൊരു ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത്. ലൈക്ക് നല്ലൊരു പ്രൈവസി ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ഇതാണ് നമുക്ക് കിട്ടിയ സ്പോട്ട് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നോക്കുകയാണ് നമുക്ക് കിട്ടിയ സ്പോട്ട്. അപ്പോൾ അവിടെ പിക്നിക് ടേബിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടെൻറ്റ് കെട്ടാനുള്ള സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു ഫ്രണ്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരെത്തിയിട്ടില്ല, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. പിന്നെ ഇതാണ് അവിടുത്തെ ബാത്റൂം. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് കേട്ടോ. ഒരു അഴുക്കോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. അവരിടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും മോളും ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ നടന്ന് വരാണ്. അപ്പോൾ അവൾ പറയായിരുന്നു നമുക്ക് വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രൗണ്ടിലെത്തി. ഇവിടെ ഒരു ഫയർ പിറ്റ് ഉണ്ട് കണ്ടോ. അതിൽ നമുക്ക് ക്യാമ്പ് ഫയർ പോലെയൊക്കെ ചെയ്യാം. പിന്നെ ഗ്രില്ലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പോയ ദിവസം അവിടെ ഫയർ ബാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഫയർ പിറ്റിൽ ചെയ്യായിരുന്നു. നമുക്ക് മാർഷ്മെല്ലോസും എല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കായിരുന്നു. പിന്നെ നമ്മളപ്പോൾ വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ട്. അപ്പോൾ അവർ വന്നു. അപ്പോൾ അവരെ കൂടെ ബേബി ഉണ്ട്, അവരെ കൂടെ കളിക്കുകയാണ്. അവർ കുട്ടികൾ ഫുൾ മണ്ണിൽ കളിയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ടെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്യാണ്. ടെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ ഇത്തിരി കഷ്ടപ്പെട്ടു ആദ്യം. പിന്നെ നമുക്ക് ട്രിക്ക് പിടികിട്ടിയപ്പോൾ അങ്ങനെ. പിന്നെ ഫ്രണ്ട് ചാട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്, കാരണം ഫയർ ബാൻ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് പനീർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര കളിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബേവ്യൂ സ്റ്റേറ്റ് പാർക്കിലാണല്ലോ വന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളപ്പോൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ക്യാബിൻസ് പോലെ കണ്ടോ, അതിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇതുപോലെ റിസർവ് ചെയ്തിട്ട്. അതെല്ലാം ബുക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളതൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ ടെൻറ്റൊക്കെ ആക്കി പോകാമെന്നുള്ള പ്ലാനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് ബീച്ചിലേക്ക് പോണ വഴി. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ബീച്ചെത്തും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബീച്ച്, നല്ല വലിയ ബീച്ച്. അത്ര റഷൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ടൈമായിരുന്നു, ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ നല്ല റിലാക്സൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ വന്നിരുന്നിട്ട്. നമുക്ക് ഫുഡൊക്കെ എടുത്തിട്ട് വന്ന് കഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ ലേറ്റായി ഇവിടെ എത്തിയപ്പോൾ. പിന്നെ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇവിടെ നിന്ന് പോകുന്നു. കുറച്ച് ഫോട്ടോസും കുറച്ച് റീൽസും ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോകുന്നു. സൺസെറ്റും ചെറുതായി കാണാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് കാണാൻ നിന്നില്ല. നമ്മൾ വീണ്ടും ക്യാമ്പ് ഗ്രൗണ്ടിലോട്ട് പിന്നെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാമ്പ് ഫയർ പോലെ ആക്കി. നമ്മൾ മാർഷ്മെല്ലോസും എല്ലാം റോസ്റ്റൊക്കെ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കാൻ എല്ലാവരും വന്നു. എല്ലാവരും ഒരുവിധം ഉറക്കമായി. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും ഉറങ്ങി. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എനിക്ക് അത്ര ഉറക്കം വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ഫോൺ നോക്കി കിടന്നു. പക്ഷേ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പവർ ബാങ്കിൽ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ട് അങ്ങനെ കിടന്നു. പിന്നെ രാവിലെ ആയപ്പോൾ പിള്ളേരൊക്കെ ഒരുവിധം എണീറ്റു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഞങ്ങളുടെ ടെൻറ്റിൽ വന്ന് കിടന്നു. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ ചായ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വന്നിട്ട് ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചായ വെച്ചു. അങ്ങനെ ചായ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് മാഗി ഉണ്ടാക്കി. പിള്ളേർ ഫുൾ മണ്ണിലാണ് കളി. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. പിന്നെ നമ്മൾ മാഗി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കഴിച്ചു.
പിള്ളേർ കളിച്ച് അങ്ങനെ നമ്മൾ നല്ല എൻജോയ് ചെയ്തു ക്യാമ്പിങ്. നമ്മൾ നെക്സ്റ്റ് ഇയറും പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബായ്.